ഹലോ. അപ്പോൾ ഈ മാസം ഇനി വേറൊരു സിനിമയെല്ലാം നമ്മൾ തീരുമാനിച്ചായിരുന്നു. പക്ഷേ ഈ പാട്ട് കണ്ടപ്പം കുട്ടിക്ക് നരിവേട്ടയ്ക്ക് പോകണം എന്നായി. ഈ ചോദ്യം കേട്ട് അടുത്ത സെക്കൻഡിൽ റെഡിയായിട്ട് ഞാൻ ഇറങ്ങി. രണ്ടാമതൊന്നും ആലോചിക്കേണ്ട പെട്ടെന്ന് എനിക്കെടുക്കാൻ പറ്റുന്ന ഡിസിഷനാണ് സിനിമയും ചായയും. കേരളത്തിലെ കാറ്റ് നമ്മൾ പ്രവാസികൾക്ക് ലക്ഷറി ആണല്ലോ. തൽക്കാലം ഈ മരുഭൂമിയിലെ കാറ്റ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നത്തെ സിനിമ നമ്മൾ ഡ്രാഗൺ മാർട്ടിലാണ് ബുക്ക് ചെയ്തത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്ക് മൂവിക്ക് പോകാനൊരു പ്ലാൻ ഇല്ലായിരുന്നു. സോ പെട്ടെന്നൊരു പോവാം എന്നുള്ള പോയാലോ എന്നാൽ പോവാം എന്നുള്ളൊരു പ്ലാനാണ്. ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ അങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് നടക്കുന്നതല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി. സോ നമ്മൾ നോവോലെത്തി. നോവോൽ സ്ക്രീൻ 1 കൊള്ളാം. നരിവേട്ട ഫിലിം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിരിക്കുവാണ്. ആക്ച്വലി കണ്ണൻ പാട്ടില്ലേ, മിന്നൽ വള എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, ആ പാട്ട് കേട്ടപ്പോൾ അത് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത് നമ്മൾ. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മൂവിയല്ല. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. നമ്മളെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കുന്ന പോലത്തെ ഒരു മൂവി. ടോവിനോട് ആക്ടിങ് ഒക്കെ ഒരു രക്ഷയില്ല. സോ നിങ്ങൾക്ക് കാണാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. അയ്യോ പോലെ ഒരു കാര്യം കൂടെ. ഞാൻ നേരത്തെ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് സിനിമ നല്ലതല്ലാത്തത് കൊണ്ടല്ല. സിനിമ നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ഈ ആറ് പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളേക്കാൾ ഭയാനകമാണെന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അത്രയും റിയലിസ്റ്റിക്കായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു മെഴുകിയിട്ടുണ്ട്. സോ നിങ്ങളെന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം ഈ സിനിമ. പിന്നെ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കടയിൽ കുറേ ക്യൂട്ട് സാധനങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആക്രി പുക്രി സാധനങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നമ്മളിതൊന്നും വാങ്ങാറില്ല. നമ്മളിത് ജസ്റ്റ് കാണുക, ആസ്വദിക്കുക, ബൈ പറഞ്ഞു തരും. അപ്പം ദാറ്റ്സ് ഓൾ. ബൈ.